CPM ചോദ്യം മുഴുവൻ കോൺഗ്രസിനോടാണ്. ഏത് പ്രതിപക്ഷത്ത് 10 വർഷമായിട്ടിരിക്കുന്ന, ഇന്ത്യയിൽ അധികാരത്തിൽ 12 വർഷമായിട്ടില്ലാത്ത കോൺഗ്രസിനോടാണ് CPMന്റെ ചോദ്യം. ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന BJP ഉണ്ട്, 10,000 കോടിയുടെ ആസ്തിയിലിരിക്കുന്ന BJP ഉണ്ട്. ഒരൊറ്റ വീട് BJP ദുരിതാശ്വാസത്തിന്റെ ഭാഗമായിട്ട് വയനാട് നിർമ്മിച്ചു നൽകിയിട്ടില്ല. ഒരാൾക്കും പണം കൊടുത്തു അറിയില്ല. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെട്ടതനുസരിച്ച് കർണാടകയിൽ നിന്ന് 100 വീടുകൾക്കുള്ള പണം സിദ്ധരാമയ്യ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കർണാടകയിലെ BJP ആ തീരുമാനത്തിനെതിരായിട്ട് പ്രസ്താവന നടത്തിയാണ്. CPM എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് വലിയ 3ാം മുന്നണിയായിട്ട് നിൽക്കുന്ന BJPയോടും NDയോടും വയനാട് പുനരധിവാസത്തിന് നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ചോദിക്കാൻ കഴിയാത്തത്? CPM ചോദിക്കണ്ടേ? കോൺഗ്രസിനോട്, ഒരു പ്രതിപക്ഷ പാർട്ടിയോട്, ഒരു രാഷ്ട്രീയ പാർട്ടി സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥലത്ത് കയറി കുടികൾ കെട്ടി താമസിക്കുന്ന എന്താ പറയുക, ഒരു നിയമപരമല്ലാത്ത സമരം വരെ നടത്തി. ആ CPM എന്തുകൊണ്ടാണ് BJP ഈ വയനാട് പുനരധിവാസത്തിന് വേണ്ടി 1 രൂപ ചെലവാക്കിയിട്ടില്ല എന്നുള്ള ചോദ്യം ഉയർത്താത്തത്? CPMും BJPയുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമാണോ ഞങ്ങൾ പരസ്പരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തില്ല എന്നുള്ളത്? അപ്പോൾ അതുകൂടി രാഷ്ട്രീയമായൊരു ചോദ്യമാണ്.